എലിജിബിൾ ആയത് മേ ബി ആ റിലേഷൻഷിപ്പാണ് രാകേഷ് സാറിനെ ആ ജേർണിക്ക് കൂട്ടിയിട്ട് പോയത്. ദാറ്റ് മേക്സ് us know how he interacts with people. നമ്മൾ ഓരോരുത്തരുടെ അടുത്ത് പേഴ്സണലി ആണെങ്കിലും പ്രൊഫഷണലി ആണെങ്കിലും he has that personal rapport with each and everyone. Take it as a staff, take it as a colleague, take it as a customer or a landowner. He builds his own rapport and he builds his own nest. എന്താ പറയുക, ഒരു കംഫർട്ടബിൾ ആക്കി നമ്മളുടെ അടുത്ത് എന്ത് പറയാനും ഒരു ആ സ്പേസ് തന്ന് രാകേഷ് ഭായ് ആ നിർത്തും. ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദാറ്റ് ഈസ് സംതിങ് വിച്ച് വി ഹാവ് ടു ലേൺ ഓൾസോ. ചിലത് നമുക്ക് പഠിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ ചിലരിൽ നിന്ന് നമുക്ക് കിട്ടും. ദാറ്റ് സംതിങ് വിച്ച് ഐ റിയലി ലൈക്ഡ്. ഇപ്പം എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ബോയ്മാരെയാണ് ആ രീതിയിലാണ് കൊടുത്തത്. എന്നാലും കുഴപ്പമില്ല. ഞാൻ എപ്പോഴും എൻ്റെ ബിസിനസ് മായിട്ട് നോക്കണമെങ്കിൽ നമുക്കൊരു ഓഫീസ് അവിടെ തുറക്കാൻ പറ്റുമെന്നുള്ളത് ആലോചിക്കാൻ. അത് യൂണിവേഴ്സിറ്റി നമുക്ക് ഒരാളായി ഫസ്റ്റ് പറയാം. എന്നിട്ട് നമുക്ക് പോകാനൊരു ധൈര്യത്തോടെ പോകാനൊരു ആളായിരുന്നു US പോകാൻ. കാരണം നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ പോലും ദുബായിലൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും US പോകാൻ നമുക്കൊരു പറയാനൊരാളുണ്ട്, നമ്മുടെ ഒരാളുണ്ട് എന്നുള്ള ധൈര്യത്തിൽ പറയാൻ പറ്റുന്നത്. ശാസ്ത്രീയ കുറച്ച് കാലം ഉണ്ടായിരുന്നല്ലോ, എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് പറയാം. നമുക്ക് മെമ്മറബിളായിട്ട് നിൽക്കാൻ വേണ്ടി ഇത്രയും സമയത്ത് ജേണിയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പ്ലസ് പോയിൻറ്റ്സ് നമ്മൾ ഒരു വലിയൊരു ഫിനാൻഷ്യലി ഒന്നും വലിയൊന്നല്ലെങ്കിലും ബട്ട് ഐ ഗോട്ട് ഹ്യൂജ് എന്താ പറയുക പേഴ്സണലും പ്രൊഫഷണലായിട്ട് ഒരുപാട് നല്ല കണക്ഷൻസ്, നല്ല ബന്ധങ്ങളുണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ആരാണെങ്കിലും എപ്പോഴെങ്കിലും ഇനി 6 മാസം കഴിഞ്ഞാലോ 2 കൊല്ലം കഴിഞ്ഞാലോ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ റിലേഷൻ്റെ ആവും. ഇപ്പോൾ തന്നെ ഞാൻ പോയില്ലേ, കണ്ടപ്പോൾ വിളിച്ചില്ല പറഞ്ഞാൽ അവർ ഒന്ന് വിളിച്ചാൽ മതി. അവർ ഭയങ്കര അങ്ങനെ ഒരു അതേ ദിവസം ഗോഡ് ഗിഫ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് കഴിവല്ല. ബട്ട് അത് ഞാനൊരു ആ ഒരു കണക്ഷൻ, അത് നമ്മൾ സെയിൽസിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് ബിസിനസ് അല്ല, ഒരു ഹാർട്ട് ടു ഹാർട്ട് കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. പിന്നെ ബിസിനസ് ഓട്ടോമാറ്റിക്കലി വന്നോളും. പക്ഷെ അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കും വേണം. കാരണം ബിക്കോസ് ആ കണക്ഷൻ ബിസിനസ്സിലേക്ക് കൺവേർട്ട് ആകുമ്പോൾ ചില ആൾക്കാരതും ഇതാവാൻ പറ്റില്ല. അത് നമ്മുടെ ടൈം സ്പെൻഡിങ് ആണ്, ആ ടൈം യൂട്ടിലൈസ് ചെയ്യാൻ അറിയണം. ഒരിടത്ത് പോയി കുറേ സമയം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അത് അങ്ങനെയാണ്. ഇപ്പം ഞാൻ പോകുന്ന സ്ഥലം അങ്ങനെയാണ്. അയാൾ എൻ്റെ അടുത്ത് സംസാരിച്ചു. ഞാൻ ദിവസം വിസ കിട്ടിയ ശേഷം പോയിട്ടുണ്ടായിരുന്നു, ബോംബെക്ക് രാവിലെ പോയി വന്നിട്ടുണ്ടായിരുന്നു. പോയപ്പോൾ എനിക്ക് നിങ്ങളെപ്പോലെ ആളെ വേണ്ടത്, അവിടെ എല്ലാം കമ്പ്യൂട്ടറാണ്, ആരും സംസാരിക്കില്ല എന്ന്. അപ്പോൾ വൈറ്റ്സും ബ്ലാക്സും ഒക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവരായിട്ടൊന്ന് സംസാരിച്ച് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് കൂടുതൽ ബിസിനസ് കൂടുതൽ കിട്ടും. അപ്പോൾ എനിക്ക് രാകേഷിനെ പോലെ ഒരാളെ വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനൊരു ഇതായത്. അപ്പോൾ സൈന പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ആ ഒരു റൈറ്റ് പേഴ്സൺ എന്നുള്ളതാണ് ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ. പിന്നെ ഇവിടുത്തെ എക്സ്പീരിയൻസ് ഞാനൊരു ഡിഫറെൻറ്റ് പേഴ്സണായിട്ട് തന്നെയാണ് ഷക്കീർ ഭായിനെ ഫസ്റ്റ് മുതൽ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ഫസ്റ്റ് പരിചയപ്പെട്ട പോലെ അത് മൂപ്പര് എപ്പോഴും എൻ്റെ മൈൻഡിലുണ്ടാവും. അതുപോലെ മൂപ്പര് ദ വേ ഈസ് ഹാൻഡ്ലിങ് ദ ഓഫീസ്, ദ വേ ഈസ് വർക്കിംഗ്, ആ ടൈമിങ് തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും ഓടിയെത്താൻ പറ്റില്ല സത്യത്തിൽ, ബിക്കോസ് ആ ലെവലിലാണ്. ബട്ട് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഈസ് പുതിയൊരു കാര്യമാണെങ്കിലും പഠിച്ച് ചെയ്യും പുള്ളി. ഒരു കൺസെഷനായിട്ടോ ഞാൻ പോയി ഓരോന്നും കണ്ടപ്പോൾ ഞാൻ തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. ബിക്കോസ് അതൊരു ലേണിങ്, കണ്ടിന്യൂസ് ലേണിംഗ് ആണ് മൂപ്പർ ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ഈ സ്ഥാപനം വേറെ ലെവലിലേക്ക് എത്തും, ഒരു സംശയമില്ല. അതിന് എൻ്റെ എല്ലാ വിശ്വാസം. ഞാൻ എപ്പോഴും എവിടെയാണെങ്കിലും എൻ്റെ മനസ്സ് നിങ്ങളോടൊക്കെ ഉണ്ടാവും. എല്ലാവരും നല്ല ആൾക്കാരാണ്, ഈവൻ ആയിക്കോട്ടെ, ശില്പ ആയിക്കോട്ടെ, എല്ലാം ചെറുതിന് എല്ലാവരും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. എല്ലാവരും ഐശ്വര്യമാണെങ്കിലും സാനിയാണെങ്കിലും ആ ഒരു എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് പോകാനൊക്കെ ഇതാണ്. പിന്നെ ഫ്രണ്ടിലൊരു ചിരിക്കുന്ന മുഖമായിട്ട് ശില്പയുണ്ട്. എല്ലാവരും. പിന്നെ നമ്മുടെ എനർജറ്റിക് ആയിട്ടുള്ള സാലിബായി എപ്പോഴും എൻ്റെ അടുത്ത് പറയുമോ, കസ്റ്റമേഴ്സൊക്കെ പറയും ജമ്മു സാലി വേഗം പോവാണ്, കംപ്ലീറ്റ് ഒരു സ്ഥലം കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ 4, 5, 8 സ്ഥലം കാണിക്കണം. എന്നിട്ട് വീണ്ടും പറഞ്ഞാൽ വീണ്ടും പോയി കാണിക്കണം. അതിൻ്റെയൊക്കെ റിസൾട്ട് ചിലപ്പോൾ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വരും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട്. എന്നും കണക്ഷൻ ഉണ്ടാവുക, മറക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ.